റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ അവകാശവാദം തള്ളി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം. നിലവിൽ കേരളത്തിൽ അതിവേഗ റെയിൽപാത സംബന്ധിച്ച പ്രപ്പോസൽ തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2019 തന്നെ നൽകിയെന്നും DMRC വ്യക്തമാക്കുന്നു. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നൽകിയ ചോദ്യത്തിനാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. കേരളത്തിൽ അതിവേഗ റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇ ശ്രീധരന് നിലവിൽ യാതൊരുവിധ സാങ്കേതിക ചുമതലയും ഇല്ലെന്ന് കേന്ദ്ര ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം കാസർഗോഡ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനായി DPR തയ്യാറാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2019 തന്നെ കേരള അതിവേഗ റെയിൽ കോർപ്പറേഷന് സമർപ്പിച്ചതായി മന്ത്രാലയത്തിന്റെ മറുപടിയിൽ പറയുന്നു. അന്ന് പ്രിൻസിപ്പൽ അഡ്വൈസർ എന്ന നിലയിൽ ഇ ശ്രീധരന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. DMRCയെ ഉദ്ധരിച്ചാണ് മന്ത്രാലയത്തിന്റെ മറുപടി. അതേസമയം സംസ്ഥാന സർക്കാർ RRTS പദ്ധതിക്ക് അപേക്ഷ നൽകിയിട്ടില്ലെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു. സർക്കാർ RRTS പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ടും കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. നഗരഗതാഗത പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ ഔദ്യോഗിക പ്രപ്പോസൽ സമർപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തിൽ പറയുന്നു. ഔദ്യോഗിക അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇ ശ്രീധരൻ അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നതെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.